എറണാകുളം കുറുപ്പുംപടിയിൽ 10ഉം 12ഉം വയസ്സുള്ള കുട്ടികളെ അമ്മയുടെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ചെന്ന് പരാതി. അയ്യമ്പുഴ സ്വദേശി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടികൾ സഹപാഠികൾക്കെഴുതിയ കത്തിലൂടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. പ്രതി 2 വർഷത്തോളം കുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. സഹിൻ, അത്യന്തം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഈ കുട്ടികൾ തന്നെ സഹപാഠികൾക്ക് കത്തെഴുതുന്ന സ്ഥിതി. അങ്ങനെയാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ സഹിൻ? ലക്ഷ്മി, 2022 ഈ 2 കുട്ടികളുടെയും പിതാവ് മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവരുടെ മാതാവ് അമ്മ അതായത് അയ്യമ്പുഴ സ്വദേശി ധനേഷ് എന്ന് പറയുന്ന ഒരാളുമായി സൗഹൃദത്തിലാവുന്നു. ഈ അമ്മയുടെ ആൺ സുഹൃത്ത് നിരന്തരം വീട്ടിൽ വരാൻ തുടങ്ങി. ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമാണ് ഇയാൾ വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഈ 2 കുട്ടികളെയും 10ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു. ഇയാൾ പീഡിപ്പിച്ചത് മാത്രമല്ല, തുടർന്ന് ഇയാൾ ഈ കുട്ടികളോട് അവരുടെ സുഹൃത്തുക്കളെ കൂടി തൻ്റെ മുന്നിലെത്തിക്കുവാൻ തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ കുട്ടികൾ ഇത് തൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിക്ക് ഇത് കത്തായി എഴുതി നൽകിയായിരുന്നു. നേരിട്ട് പറയാനുള്ള ഒരു മടി കൊണ്ടാണ് ആ കുട്ടി സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഇത് എഴുതി നൽകുന്നത്. അങ്ങനെ ഈ കത്ത് ലഭിച്ച പെൺകുട്ടി അവിടുത്തെ സ്കൂൾ അധ്യാപികയ്ക്ക് കൈമാറുകയും സ്കൂൾ അധ്യാപിക CWCയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. CWC ആണ് പിന്നീട് പോലീസിലേക്ക് ഈ പരാതി കൈമാറുന്നത്. എന്തായാലും സ്കൂൾ അധ്യാപികയുടെ പരാതിയിലാണ് ഇപ്പോൾ ഈ അയ്യമ്പുഴ സ്വദേശി ധനേഷ് പിടിയിലായിട്ടുള്ളത്. ഈ അമ്മയ്ക്ക് ഈ കുട്ടികളെ ഇയാൾ പീഡിപ്പിക്കുന്ന കാര്യം അറിയാമായിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ആ കുട്ടികളിൽ നിന്ന് പോലീസ് കൂടുതൽ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലാക്കി മറ്റു കുട്ടികളെ കൂടി തൻ്റെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം ഇയാൾ നടത്തിയിരുന്നു. നീചമായ ഒരു പ്രവൃത്തിയാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിതാവില്ലാത്ത 2 കുട്ടികളുടെ ആശ്രയത്തിനെന്ന വ്യാജേന ആ വീട്ടിലെത്തുകയും അവരുടെ അമ്മയുടെ സുഹൃത്തായി ആ വീട്ടിൽ കടന്നുകൂടിയ ശേഷം ആ കുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്ത പ്രവൃത്തി മാത്രമല്ല, അതിന് കൂടാതെ ആ കുട്ടികളുടെ സുഹൃത്തുക്കളെ കൂടി തൻ്റെ മുന്നിലെത്തിക്കാൻ ആ കുട്ടികൾക്ക് ഇയാൾ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ലക്ഷ്മി, ഇയാളൊരു പീഡോഫീൽ ആണ് എന്നുള്ള സംശയമാണ് ഏതായാലും ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അപ്പോൾ മുമ്പും ഇയാൾ മറ്റേതെങ്കിലും കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ? കാരണം ഈ കുട്ടികളെ പീഡിപ്പിക്കുക മാത്രമല്ല, മറ്റു കുട്ടികളെ കൂടി തൻ്റെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് പറയുകയായിരുന്നു. അപ്പോൾ മറ്റെന്തെങ്കിലും പശ്ചാത്തലം ഇയാൾക്കുണ്ടോ? പോലീസിന് അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി അറിയുമോ? ഇതുവരെയും അത്തരത്തിലുള്ളൊരു ഹിസ്റ്ററി പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ കുട്ടികളിൽ ലൈംഗിക വൈകൃതം നടത്തുന്ന വ്യക്തിയാണ് ഇയാൾ എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട്. ആ രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം ആ കുട്ടികൾ ഉണ്ടായിരുന്നതെന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 കുട്ടികളെയും ഇത്തരത്തിൽ പീഡിപ്പിച്ചത് മാത്രമല്ല, വലിയ രീതിയിൽ ആ കുട്ടികളുടെ സുഹൃത്തുക്കളെ തൻ്റെ ഭാഗത്തേക്ക് എത്തിക്കുവാനായി ഇയാൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ആ കുട്ടികൾക്ക് മാനസിക സംഘർഷം താങ്ങാൻ കഴിയാതെയാണ് കുട്ടികൾ സുഹൃത്തുക്കളോട് ഇത് പറയാൻ പറ്റാതെ കത്തെഴുതി നൽകുകയായിരുന്നു. അത്രയധികം മാനസിക സമ്മർദ്ദം ഇയാൾ ആ കുട്ടികൾക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.